ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു പൂവല്ലേ ചെമ്പരത്തി. അപ്പോൾ ഈ ചെമ്പരത്തിനെ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് തയ്യാറാക്കാമെന്ന് ഞാൻ ഇതിൽ പറയുന്നത്. നമുക്കിത് ലിപ്സ്റ്റിക്കായോ ലിപ് ബാമോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യേ. നമ്മളിപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന പൂവുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചുണ്ട് വേഗം ഡ്രൈ ആകാനോ ചുണ്ടിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാനോ എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റി ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുനിന്ന് പറിച്ചെടുത്ത് നല്ല ഫ്രഷായ പൂവാണ്. ചെമ്പരത്തി പൂവില്ലാത്ത വീടുകൾ തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലോണം കഴുകുക. ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടും ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും പല വിധത്തിലുള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. ലിപ്സ്റ്റിക്ക് ആയാലും നമ്മളിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങേണ്ടത് നിർബന്ധമാണ്. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് അത്ര ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. കുറേ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലോണം എന്തായാലും ക്ലീൻ ആക്കണേ. വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇങ്ങനെ ഇതളുകൾ മാത്രമായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ലിപ് ബാം തയ്യാറാക്കേ. ചുണ്ടിന് കളർ വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഇത് ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ, പിന്നെ വേണ്ടത് ഒരു ലെമണാണ്. ലെമണിൻ്റെ നീരാണ് വേണ്ടത്. പിന്നെ റോസ് വാട്ടറും പിന്നെ വാസ്ലിന് പകരം നമുക്ക് എന്താ കോക്കോ ബട്ടർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അടുത്തതായി ചെയ്യേണ്ടത് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ ചതച്ചെടുക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കാനല്ല യൂസ് ചെയ്യുന്നതല്ലേ ഇത്. അപ്പോൾ എന്തായാലും അതിൻ്റെ സ്മെല്ല് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇത് നല്ലോണം വാഷ് ചെയ്യണം. എന്നിട്ടായിരിക്കണം ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം ചതച്ചെടുക്കണേ. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ ചതക്കണം. ഇതുപോലെ ആയിരിക്കും കാണാൻ അതിൻ്റെ പേസ്റ്റ് രൂപത്തിലാക്കിയാൽ. എന്നിട്ട് അടുത്തതായിട്ട് നാരങ്ങൻ്റെ പകുതിൻ്റെ നീരെടുത്ത് വെക്കുക. എന്നിട്ട് ആ ചതച്ചെടുത്ത പേസ്റ്റിലേക്ക് നമ്മൾ ആദ്യം തന്നെ റോസ് വാട്ടർ ഒഴിക്കുക. റോസ് വാട്ടർ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. 1 ടീസ്പൂണോളം റോസ് വാട്ടർ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ച് ആ നാരങ്ങ നീര് അതിലേക്ക് ഒഴിക്കുക. നാരങ്ങയ്ക്ക് എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമല്ലേ. എന്നിട്ട് അത് മൂന്നും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കുക. ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും റോസ് വാട്ടറും നാരങ്ങ നീരും കൂടിയിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നല്ല റെഡ് കളറായിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് വേണ്ടത് വാസ്ലിനാണ്. വാസ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് കോക്കോ ബട്ടറോ ഷിയ ബട്ടറോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വാസ്ലിൻ ഒരു ടേബിൾ സ്പൂണോളം അതിലേക്ക് ഇടണം. വാസ്ലിൻ ആക്കിയത് കൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യലാണ്. അതിനായിട്ട് ഞാൻ ഇത് സ്റ്റീലിലൊരു ബൗളിലേക്ക് ഈ മിക്സ് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഞാൻ ചൂടാക്കാൻ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പതച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ നല്ലോണം ചൂടായ വെള്ളത്തിൻ്റെ മുകളിലോട്ടായിട്ട് ആ സ്റ്റീലിൻ്റെ ബൗൾ എടുത്ത് വെക്കണം. ഡബിൾ ബോയിൽ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും വാസ്ലിനെല്ലാം നല്ലോണം മെൽറ്റായി വന്നിട്ട്. ഇതിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം ഞാൻ ആദ്യം എടുത്ത് ആ ബൗളിലേക്ക് തന്നെ ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണ നിർബന്ധമൊന്നുമില്ല. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലൊരു റെഡ് കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ധൈര്യത്തിൽ ചുണ്ടിൽ പുരട്ടാം. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. ഇതുപോലത്തെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിത് ദിവസത്തിൽ 5-6 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇതൊരു 2 വീക്സെല്ലാം യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം. ഈ റെമഡി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.